എന്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കണം. ഞാൻ 2018 അവിടെ നിന്നിട്ട് ഭർത്താവ് പറഞ്ഞത് ഞാൻ തലാക്ക് ചെല്ലിയ പെണ്ണാണ്, ഒഴിവാക്കിയതാണ് എന്നാണ്. നിയമപ്രകാരം തലാക്ക് ചെല്ലിയതല്ല എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഈ വരാന്തയില് കിടന്നിട്ട് 8 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. അവർക്ക് അവരുടെ ഭർത്താവിന്റെ കൂടെ താമസിക്കാനും അതിന്റെ പ്രൊട്ടക്ഷൻ ഓർഡർ അവരുടെ കയ്യിലുണ്ട്. എന്താ വിദ്യാഭ്യാസമില്ല, അതേമാതിരി ഞാൻ നിറക്കുറവാണ്, മോനാണെങ്കിൽ നിറയില്ല, മോനിക്ക് ബുദ്ധിയില്ല, ഇങ്ങനെയൊക്കെയാണ് അവര് പറയാ. വാതിൽ അവരടച്ചിട്ട് പോയിക്കാണ്. നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ ഫറൂഖിനടുത്ത് പരുത്തിപ്പാറയിൽ കഴിഞ്ഞ 9 ദിവസമായി ഹസീന എന്ന് പറയുന്നൊരു യുവതി തന്റെ 9 വയസ്സുകാരനായ മകനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഭർത്താവിന്റെ വീടിന് മുന്നിൽ കാത്തിരിക്കുകയാണ്. ആരെങ്കിലും ആ വീടിന്റെ വാതിലും തുറന്നിരുന്നും കത്ത്. 2018 ഒരു പെരുന്നാളിന്റെ സമയത്ത് 2 ആഴ്ച തന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നിന്നതാണ് ഹസീന. എന്നാൽ അതിനുശേഷം നാളിതുവരെയായിട്ടും ഹസീനയ്ക്ക് തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് തിരികെ എത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. 2015 ഹസീനയും ഫറൂഖ് സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് ഫാസിൽ എന്ന യുവാവും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. വിവാഹം കഴിഞ്ഞതിന് ശേഷം തന്നെ ഹസീനയ്ക്ക് നിറം കുറവാണ്, കുഞ്ഞിന് സൗന്ദര്യമില്ല, ബുദ്ധിയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് വളരെ മോശമായുള്ള രീതിയിലുള്ള അപമാനങ്ങൾ ഹസീനയ്ക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് സഹിക്കേണ്ടതായിട്ട് വന്നിരുന്നു. അത് പിന്നീട് പലരായി ഇടപെട്ട് മധ്യസ്ഥം പറഞ്ഞ് നല്ല രീതിയിൽ തന്നെ പൊക്കൊണ്ടിരുന്നതാണ്. എന്നാൽ 2018 ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെരുന്നാളിന് ഹസീനയുടെ വീട്ടിലാക്കിയതിനു ശേഷം പിന്നീട് ഹസീനയ്ക്ക് തന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. ചോദിച്ചപ്പോൾ മുഹമ്മദ് ഫാസിൽ പറഞ്ഞത് ഹസീനയെ അദ്ദേഹം മൊഴി ചൊല്ലി, അതായത് വിവാഹബന്ധം വേർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അയാൾ ഇവരെ അറിയിച്ചത്. പിന്നീട് അതിനുശേഷം ഹസീന നിയമപരമായിട്ട് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ കോടതിയിൽ നിന്ന് തന്റെ ഭർത്താവിനൊപ്പം താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അനുകൂലമായ ഉത്തരവും ആ പെൺകുട്ടിക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ഉത്തരവുമായി തന്റെ ഭർത്താവിന്റെ വീടിന് മുന്നിൽ കഴിഞ്ഞ 9 ദിവസമായിട്ട് ആ പെൺകുട്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ഈ വിവരം അറിഞ്ഞ ഹസീനയും കുഞ്ഞും വരുന്നുണ്ടെന്നുള്ള വിവരം അറിഞ്ഞ ഫാസിലും കുടുംബവും വീടിന്റെ വാതിൽ കൂട്ടി പോയി കളഞ്ഞതാണ്. അവർക്ക് വീടിനകത്തേക്ക് ഹസീനയ്ക്കും കുഞ്ഞിനും കയറുന്നതിന് വേണ്ടി സാധിച്ചില്ല. അവരിപ്പോഴും ആ വീടിന്റെ ഉമ്മറത്ത് കാത്തിരിക്കുകയാണ്. 2015 ആഗസ്റ്റ് 15 എന്റെ വിവാഹം കഴിയുന്നത്. അവർക്ക് അന്ന് തൊട്ടേ ഒരു ഇതുണ്ട് മനസ്സിൽ, എന്താ വിദ്യാഭ്യാസമില്ല, അതേമാതിരി ഞാൻ നിറക്കുറവാണ് എന്നും അത് നിരന്തരമായിട്ട് ഒരു ഞാൻ ഉന്നയിക്കുകയാണ്. പിന്നെ വെച്ചാൽ മോനെ ജനിച്ചേരെ അവർക്ക് അധികമായി. പിന്നെ മോനാണെങ്കിൽ നിറയില്ല, മോനിക്ക് ബുദ്ധിയില്ല, ഇങ്ങനെയൊക്കെയാണ് അവർ പറയാ. മോനെ ഒന്ന് കാണേ ഉണ്ട് ഒന്നുമില്ല, അവര് ഒന്ന് വിളിക്കേ. ഇപ്പൊ ഞാൻ ഇങ്ങനെ ചർച്ച ഇങ്ങനെ ഇതേമാതിരിയൊക്കെ വെച്ചിനി മദ്യം പറഞ്ഞാണ്ട് നല്ല രീതിയിലൊക്കെ ഇവിടെ നിന്ന് പോയതാണ്. 2018 പെരുന്നാൾ കൂടി ഞങ്ങൾ രണ്ടാളും കൂടി പോയതാണ് 11 മണിക്ക്. അന്ന് തൊട്ട് ഇന്ന് വരെ എന്റെ ഭർത്താവ് എന്നെ തിരിഞ്ഞു നോക്കണം. ഞാൻ 2018 അവിടെ നിന്നിട്ട് ഭർത്താവ് പറഞ്ഞത് ഞാൻ തലാക്ക് ചെല്ലിയ പെണ്ണാണ്, ഒഴിവാക്കിയതാണ് എന്നാണ്. ഭർത്താവ് വേറെ ഒരു വിവാഹം വെച്ച് ജീവിക്കാണ്. ഞാനിപ്പോ കോടതി ഉത്തരവിനാണ് ഞാൻ വന്നത്. എനിക്ക് ഇതിനൊരു നീതി കിട്ടണം എന്നാണ് ഞാൻ വിചാരിച്ചത്. കിടക്കുന്നതിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. ഇത്രയും ദിവസമായി ഞാൻ ഇവിടെ കിടക്കണേ. വാതിൽ അവരടച്ചിട്ട് പോയിക്കാണ്. ഞാനും കുട്ടിയാണെങ്കിൽ നായ്ക്കളെ ഭയങ്കര പടയാണ് രാത്രിയാകുമ്പോൾ. ആകെ കുട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഇതുണ്ട്. പിന്നെ വെച്ചാൽ വെള്ളത്തിന് ഇവര് ബ്ലോക്ക് ചെയ്ത് കിണർ വെള്ളം മുക്കാൻ വയ്യ, അത് അവർ അയച്ച് കിണർക്ക് ഇടുക. ഇതൊക്കെയാണ് ഭയങ്കര ഇത്. ഭക്ഷണത്തിന് കുട്ടിക്ക് ഇടങ്ങാറ്. ഇതിനൊരു നീതി ലഭിക്കണം എനിക്ക്. പിന്നെ മലപ്പുറം വനിതാ സെല്ലിൽ പോണത് അതിന്റെ ശേഷമാണ് ഞങ്ങൾക്ക് സ്റ്റേഷനിൽ ചെന്ന് പരാതി പറഞ്ഞ് ഓളെ ഈ വീട്ടിലേക്ക് വന്നീനി. വീട്ടിലേക്ക് വന്നിട്ടോ അവര് പറഞ്ഞ്, പിന്നെ പോലീസുകാർ പറഞ്ഞിരിക്കണത് നിങ്ങളെ മോന്റെ ഭാര്യലാന്നൊക്കെ പറഞ്ഞ് സ്റ്റേഷനിൽ ചെന്ന് ഒത്തുതീർപ്പാക്കിക്കണ്. പിന്നെ അവർക്ക് അവരുടെ പറഞ്ഞ് പറ്റൂല എന്ന് പറഞ്ഞാൽ അവിടുന്ന് പിന്മാറിയതാണ്. ഇപ്പൊ ഈ വരാന്തയിൽ കിടന്നിട്ട് 8 ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. എനിക്കാണെങ്കിൽ ഇത് നിസ്കരിക്കാൻ വയ്യ, ഒന്നിനും ബുദ്ധിമുട്ടായിക്കാണ്ട്. കുട്ടിയാണെങ്കിൽ ഭയങ്കര പേടി, നായ്ക്കളെ പടയും ഒക്കെ ആയിട്ട് നെട്ടി ചാടുകയാണ്. ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകൻ നൗഷാദ് തെക്കേൽ നമ്മളോടൊപ്പം ഉണ്ട്. ഇപ്പോൾ ഈ ഒരു വിഷയത്തിലൊക്കെ ഇടപെട്ടൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്താണ് നമ്മുടെ സമൂഹത്തിൽ സംഭവിക്കുന്നത്? വിവാഹം കഴിച്ചൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് സ്വന്തം ഭർത്താവിന്റെ വീടിനകത്ത് കയറാൻ പറ്റുന്നില്ല. അവരാ വീട് പുറമേ നിന്ന് പൂട്ടിപ്പോയിരിക്കുകയാണ്. ആ കുട്ടിയും പറക്കം പറ്റാത്ത ആ കുഞ്ഞും ആ വീട്ടിന്റെ ഉമ്മറത്ത് കിടക്കുന്നത് നമുക്ക് സഹിക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ? തീർച്ചയായിട്ടും ആ കുട്ടിയെ കല്യാണം കഴിച്ച ആള് അവരോട് സംസാരിച്ചു, കുട്ടിയുടെ ഭർത്താവിന്റെ വാപ്പയോട് ഞാൻ സംസാരിച്ചു. ഇവരൊക്കെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. എന്താ എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പിഞ്ചു കുട്ടിയും പിന്നെ ഇവന്റെ ഭാര്യയായിരുന്ന ആളും ആ വീട്ടില് 8 ദിവസമായിട്ട് ആ വീടിന്റെ കോലായിൽ കിടന്നുറങ്ങുക.
അവർക്ക് പരിസരത്ത് അവരെ സഹായിക്കാൻ ആരുമില്ല, ഒരു വെള്ളം പോലും കൊടുക്കാൻ ആരുമില്ല. കഴിഞ്ഞ ദിവസം ഭക്ഷണമായി ചെന്ന സഹോദരന്മാരെ അവർ തടഞ്ഞു വെച്ചു. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മുടെ സമൂഹവും സമുദായവും ഒക്കെ ശരിക്കും ചിന്തിച്ച് പണ്ഡിതന്മാർ പല വിഷയങ്ങളും അഭിപ്രായം പറയുകയും ഇടപെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ വളരെ കൃത്യമായിട്ട് ഇടപെടണം. കാരണം എന്താ വെച്ചാൽ നിയമപ്രകാരം തലാക്ക് ചൊല്ലിയതല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണം വെച്ചാൽ നിയമപ്രകാരമല്ല ഞങ്ങൾ വിവാഹം കഴിച്ചതെന്നുള്ളൊരു മറുപടി അയാൾ പറയുന്നത്. കാരണം പള്ളിയിൽ നിന്ന് അങ്ങനെ എല്ലാവരോടും ഇരുന്ന് നിക്കാഹ് ചെയ്തിട്ടേ ഉള്ളൂ, വേഗം രജിസ്റ്റർ ഒന്നും നടത്തിയിട്ടില്ല എന്ന് അയാൾ പറയുന്നു. അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയാണോ നിങ്ങൾ തലാക്ക് ചെല്ലേണ്ടത്, ഇങ്ങനെയാണോ? അതിൽ മാത്രമല്ല, ആ തലാക്കിലെ ആ വിഷയത്തിൽ ആ പേപ്പർ വായിച്ചു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമില്ലാത്തതിനാൽ, ഇയാളെ ഇഷ്ടമില്ലാത്തതിന് ഈ പെൺകുട്ടിയുടെ ആവശ്യപ്രകാരം തലാക്ക് ചൊല്ലി കൊടുക്കുക എന്നാണ് അയാളെ എഴുതിയത്. ആ കുട്ടിയെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം സൃഷ്ടിക്കും എന്നുള്ളത് സംശയമില്ല. അവർക്ക് അവരുടെ ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനും അതിൻ്റെ പ്രൊട്ടക്ഷൻ ഓർഡർ അവരുടെ കയ്യിലുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവർക്ക് അവകാശമുണ്ട് ഭർത്താവിൻ്റെ കൂടെ താമസിക്കാനുള്ള സംവിധാനം. ഇവരുടെ ഭർത്താവാണെന്നുള്ളത് നിയമ സംവിധാനങ്ങൾ അംഗീകരിക്കും. അതുകൊണ്ടാണല്ലോ കോടതി അങ്ങനെ ഉത്തരവിട്ടത്. അപ്പോൾ അവർ പറയുന്നതൊക്കെ വെറുതെ പറയുന്നതാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അത് ശരിക്കും പോലീസ് അതിൽ നല്ല കൃത്യമായിട്ട് ഇടപെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ. ഫറൂഖ് പോലീസ് CI അടക്കമുള്ള ആളുകൾ നല്ല രീതിയിൽ ഇടപെടുകയും സമവായത്തിൽ നിരവധി തവണ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ അവർക്ക് കോടതിയിലൊക്കെ നിൽക്കുന്ന ഒരു കേസാകുമ്പോൾ അവർക്കൊരു പരിമിതികളുണ്ടല്ലോ. അതിനൊക്കെ പോലീസ് എന്നും അവിടെ സ്ത്രീയെ പോയി കാണുകയും ആവശ്യമായ ശ്രദ്ധയൊക്കെ ചെലുത്തുന്നുണ്ട്. പക്ഷെ എന്നിരുന്നാലും ഒരു ഭക്ഷണം പോലും കൊണ്ടുപോകാൻ പറ്റാതെ തടയുക എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു കാട്ടുനീതിയാണ്. ഇതൊക്കെയാണ് നമ്മുടെ സമുദായവും സമൂഹവും നമ്മുടെ ഇടയിലുള്ള ആളുകളും വളരെ ശ്രദ്ധിക്കേണ്ടതും ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഉത്ബോധനമാണ് നമ്മുടെ സമൂഹത്തിന് ഇവർ നൽകേണ്ടതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഇപ്പോൾ ഇവിടെ ഉയരുന്നൊരു ചോദ്യമുണ്ട്. തന്നെ വിവാഹം കഴിച്ച് തന്റെ കുഞ്ഞിന്റെ പിതാവായ ആ വ്യക്തിയുടെ വീടിനകത്തേക്ക് കയറാൻ പോലും അനുവാദമില്ലാത്ത രീതിയിൽ ആ വീടിന്റെ ഉമ്മറത്ത് കഴിയേണ്ടി വരുന്ന, കഴിഞ്ഞ 8 ദിവസമായിട്ട് ആ ഉമ്മറത്ത് കഴിയേണ്ടി വരുന്ന ഒരു അമ്മയുടെയും അവരുടെ പറക്കമുറ്റാത്തൊരു കുഞ്ഞിന്റെയും അവസ്ഥയാണ്. ഇവിടെ ഉയർന്ന ചോദ്യം, നമ്മുടെ നിയമ സംവിധാനങ്ങൾ പോലും ആ സ്ത്രീക്ക് അവരുടെ ഭർത്താവിനോടൊപ്പം കഴിയാമെന്ന് പറയുമ്പോഴും ഇവിടെ ആ പെൺകുട്ടിക്ക് നിറം കുറവാണ്, ആ പെൺകുട്ടിയുടെ കുഞ്ഞിന് നിറം കുറവാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, എന്നെല്ലാം ആരോപിച്ചുകൊണ്ട് അവരെ മാറ്റി നിർത്തുന്ന ആളുകളുടെ മനോഭാവമാണ് പരിശോധിക്കപ്പെടേണ്ടത്. നമ്മുടെ നിയമ സംവിധാനങ്ങളോടുള്ള ഒരു പരസ്യമായ വെല്ലുവിളിയാണ് അതെന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ വേണ്ടി കഴിയും. അപ്പോൾ എന്തൊക്കെയായാലും ആ കുട്ടിക്ക് നീതി ലഭിക്കേണ്ടതുണ്ട്. ആ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനൊപ്പം കഴിയാനുള്ള അവരുടെ അവകാശം അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട്. പോലീസും നമ്മുടെ നിയമ സംവിധാനങ്ങളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതുണ്ട്. ഈ മാറേണ്ടത് ആ ഭർത്താവിന്റെ മനോഭാവം മാത്രമാണ്. മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോഴിക്കോട് നിന്ന് നിഖിൽ കാടത്ത്, മറുനാടൻ TV.